ഡൽഹിയിൽ നിർമ്മാണത്തിലിരുന്ന ഒരു ബഹുനില കെട്ടിടം തകർന്നു വീണു. ബുറാഡിയിലാണ് നിർമ്മാണത്തിലിരുന്ന 4 നില കെട്ടിടം തകർന്നു വീണത്. നിരവധി ആളുകൾ ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് സംശയമുണ്ട്. ചില ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വിനീത ബിജി ഡൽഹിയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. വിനീത, അല്പം മുമ്പാണല്ലോ ഈ സംഭവം ഉണ്ടായത്. എപ്പോഴാണ് ഇത് സംഭവിച്ചത്? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എസ്കേൻ, ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ തുടരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഡൽഹി ബുറാഡിയിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 4 നില കെട്ടിടമാണ് തകർന്നു വീണത്. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലായിരുന്നു. അതിനുശേഷമുള്ള മറ്റു ചില പണികളൊക്കെ നടന്നു വരികയായിരുന്നു. ഇതിനിടയിലാണ് കെട്ടിടം നിലം പതിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 20ഓളം ആളുകൾ ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി സംശയമുണ്ട്. NDRF സംഘവും ഒപ്പം തന്നെ പോലീസും ഒക്കെ ആ മേഖലയിൽ എത്തി അവരവിടെ പരിശോധന നടത്തുകയാണ്. ഇനി ആരെങ്കിലും ആ മേഖലകളിൽ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ഇതിനിടയിൽ രക്ഷപ്പെടുത്തിയ ഒരു സ്ത്രീയുടെ നില അതീവ ഗുരുതരമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 20ഓളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി പുറത്തുവരുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ 12 പേരെ രക്ഷപ്പെടുത്തി അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. MP മനോജ് തിവാരി അവിടെ എത്തി സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തി വരികയാണ്. ഒപ്പം തന്നെ ഈ അപകടത്തിന്റെ ഉത്തരവാദി ആരാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനമാണ് നടക്കേണ്ടതെന്നാണ് NDRFന്റെ ഒരു നിലപാട്. അവർ ആ മേഖലകളിലൊക്കെ ഇപ്പോഴും പരിശോധന നടത്തി വരികയാണ്. ഓക്കെ, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. അല്പം മുമ്പാണ് സംഭവം. ഒരു 4 നില കെട്ടിടം നിർമ്മാണത്തിലേക്ക് തന്നെ ആ കെട്ടിടം തകർന്നു വീണു. ഈ കെട്ടിടത്തിൻ്റെ അടിയിൽ ആളുകൾ കിടപ്പുണ്ട്. അവരെ രക്ഷപ്പെടുത്താനുള്ള തീവ്രമായ നടപടികൾ ഡൽഹിയിൽ തുടരുകയാണ്.